ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ ഒരു ദിവസം ഷൂട്ട് ചെയ്തിട്ട് സാറിങ്ങനെ നടന്ന് സാറിൻ്റെ ചെയറിലോട്ട് പോയിക്കൊണ്ടിരുന്നു. ഞാൻ പുറകെ കൂടി പോയിട്ട് നോക്കുന്നു. സാർ നമ്മൾ ഇയാൾ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇയാളുടെ ഒരു ഭ്രാന്തമായ അവസ്ഥ ഉണ്ടല്ലോ സാറേ. അപ്പോൾ സാറ് ഈ പൗത്രത്തിലൊക്കെ ചെയ്യണ സമയത്ത് സാറിങ്ങനെ ചവയ്ക്കണ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ ആർട്ടിക്കിളിലൊക്കെ എഴുതിയിട്ടുണ്ട് സൈക്കാട്രിക് എന്നത് ഇങ്ങനത്തെ ചിന്തകളൊക്കെ വരുന്ന സമയത്ത് യാദൃശ്യമായിട്ട് യൂസ് ഇപ്പം ഭ്രമരത്തിനും ചെയ്തിരിക്കുന്ന ക്യാരക്ടറിനെ പറ്റിയും ഇതൊന്നും സാർ അറിഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ സാറ് ചെയ്യുമ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് വരും. അപ്പം എൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഈ പുള്ളി ഇത് ഏതെങ്കിലും ഡോക്ടർമാരോടൊക്കെ ചോദിച്ചിട്ടൊക്കെ ആയിരിക്കും ഇതൊക്കെ കൊണ്ടുവരുന്നത് എന്നുള്ളതൊക്കെ ആയിരിക്കും. നമ്മൾ അല്ലെങ്കിൽ ചിലപ്പം ഫാൻ വർഷിപ്പിൻ്റെ പേരിലായിരിക്കും ആളുകളൊക്കെ അറിയാണ്ട് വരുന്നതെന്ന് പറയുന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് ഏതെങ്കിലും ഡോക്ടർമാരോടൊക്കെ ചോദിക്കണമെങ്കിൽ ചോദിച്ചോട്ടെ എന്നോർത്തിട്ടാണ് ഞാൻ പോയി സാർ നമ്മൾ അത് ചെയ്യുമ്പോൾ ഇയാൾ ഭയങ്കര സൈക്കിക്കായിട്ടൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സാർ ഇയാളുടെ മെൻറ്റാലിറ്റി മൊത്തം മാറുന്ന സമയത്ത് ഇയാൾ കയ്യിൽ നിന്ന് പോകും. ഇപ്പോൾ സാറ് മറ്റേ സതയത്തിൽ ചെയ്തിരിക്കുന്ന പോലെ അല്ലെങ്കിൽ പവിത്രത്തിൽ ചെയ്തിരിക്കുന്ന പോലെയൊക്കെ എന്തെങ്കിലും ഒരു എലിമെൻറ്റ് സാറൊന്ന് മനസ്സിൽ. അപ്പം ലിറ്ററലി ലാൽ സാറിൻ്റെ 2 കയ്യിലോട്ട് ഇങ്ങനെ മോനെ എന്നോട് അങ്ങനെയൊന്നും പറയരുത്, എനിക്കറിയില്ല, എന്നോട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല, എന്നെ വെറുതെ പേടിപ്പിക്കില്ലേ. ഇത് ആ സമയമാകുമ്പോൾ നമുക്ക് നേച്ചർ എവിടെ നിന്നെങ്കിലും തരും, നമുക്കങ്ങനെ ചെയ്താൽ പോരെ, മതി സാർ മതി, ഇനി കൂടുതലൊന്നും